ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിയ അഖിൽസ് യൂട്യൂബ് ചാനൽ. അപ്പം ഇതാണ് എൻ്റെ ഓണം വ്ളോഗ് എപ്പിസോഡ് 2 ആണിത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം അവിടെ വെച്ചാണ് ഞാൻ അപ്പൂപ്പനായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളതെല്ലാം കണ്ടല്ലോ. ഓക്കെ, അതിലെനിക്കൊരു സോറി പറയാനുള്ളത്, അതിൽ വോയിസ് കുറച്ച് ഇതായിരുന്നു കേട്ടോ. അപ്പം റിയലി സോറി ഫോർ ദാറ്റ്. നെക്സ്റ്റ് ടൈം ഞാൻ അത് ശരിയാക്കാൻ നോക്കാം. അപ്പം എൻ്റെ വ്ളോഗ് കണ്ടിട്ട് തിരിച്ചു വരൂ. വ്യൂ ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ. നല്ല പച്ചപ്പും നല്ല എന്തോ അമ്മ ഹരിതാപം. നല്ല സൂപ്പർ സ്ഥലമാണിത്. ക്യാമറയിൽ കാണും പോലെയല്ല, നല്ല ഭംഗിയുണ്ട് സത്യമായിട്ടും. ദൈവമേ, ഞാൻ കൂടുതൽ അങ്ങോട്ടാക്കി ഫോൺ വീണ് പോവും. കണ്ടു ഗൈസ്, സൂപ്പർ ഗൈസ്. അപ്പം കിടക്കാനുള്ള ചെറിയ പ്ലാനൊക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് കിടക്കാൻ പറ്റില്ല. എനിക്ക് ഈ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഹെയർ സ്റ്റൈൽ. ദാറ്റ്സ് വൈ ഞാൻ എപ്പോഴും ഞാൻ തറയിലാട്ടോ ഇരിക്കുന്നത്. നല്ല രസമുള്ള ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് മാറണമെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ കസർത്ത് കാണിച്ചുകൊണ്ട് നടക്കുകയാണ്. ഓക്കെ ദെൻ, ഞാൻ നേരത്തെ എൻ്റെ വ്യൂ പോയിൻ്റ് കാണിച്ചില്ല. ഞാൻ ജനലിൻ്റെ അകത്തൂടെയൊക്കെ ഇട്ടാണ് കാണിച്ചത് ലാസ്റ്റ് ഞാൻ ഇട്ടത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ടെറസ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ടെറസ്. തറ അത്രയ്ക്ക് ഞാൻ കാണിക്കുന്നില്ല, കാരണം പായൽ കാരണം അതൊരു പാലുകാച്ചാണ് കേട്ടോ. ആ വീട്ടിൽ നമ്മളൊക്കെ പോയിട്ട് വന്ന ഇത് നമ്മുടെ മരം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ വീടും പരിസരം. ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനെ മഴ പെയ്തിട്ടൊക്കെ നല്ല സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അവിടെ അങ്ങോട്ട് വ്യൂ പോയിന്റ്. ഓക്കെ, ദിസ് ഈസ് മൈ ബാൽക്കണി. ഇതാണ് എൻ്റെ അമ്മമ്മ. അറ്റ്ലാസ് മുഖം കാണിച്ചു ഗൈസ്. വയ്ക്കാം. എവിടെ പോയി ഷീമാട്ടി? കിളി. അയ്യോ. ആ, എന്താ കിളിക്കുട്ട നീ ചിന്തിക്കുന്നത്? എവിടെ ഒളിച്ചോ? അയ്യോ പോയി. അയ്യോ കിട്ടിയില്ല, പാവം പോയി. ഗൈസ്, നിങ്ങൾ ഈ മരം കണ്ടോ? ഇത് നമ്മുടെ മരം കേട്ടോ. അപ്പുറത്ത് കണ്ടോ ആ ഒരു സ്ഥലം? പിന്നെ എപ്പോഴേലും വെയിലൊക്കെ കുറഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം. അവിടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ടൊക്കെ പോവും. ഓക്കെ, ഹായ്. നല്ല ക്ലൗഡ്. നിറയെ കുരുവിയുള്ള സ്ഥലമാണ്. കുരുവി കുഞ്ഞ്. ഞാൻ അകത്തോട്ട് കയറി. ഞാൻ എൻ്റെ റൂമിലോട്ട് കയറി. വ്യൂ പോയിന്റ്. ഞാൻ ഇതിനൊക്കെ ഫോണിനെ നിങ്ങളുടെ ഇടയിലോട്ട് ബൈ. ഇനി ഇതെങ്ങനെ അകത്തോട്ട് കയറും? ഈ പൊത്തേ കൂടെയാണ് ഞാൻ നിങ്ങളെ കയറ്റിയത്. ദൈവമേ, ഫോൺ താഴ്പോകും. ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് വന്നത്. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു ബ്ലോഗിനെക്കാട്ടിയും റീച്ച് കിട്ടുന്ന ഷോർട്സ് ആണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ചുമ്മാ പറയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പൂച്ചയുടെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? നിങ്ങളെൻ്റെ വീഡിയോ എടുക്കുകയാണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന് എനിക്ക് 1.7K വ്യൂസ് കിട്ടി. സോ താങ്ക് യു. അപ്പം ഇനി ഞാനിടുന്ന വ്ളോഗൊക്കെ നിങ്ങൾ കാണണം. താങ്ക് യു സോ മച്ച് ഫോർ സീയിങ് മൈ വീഡിയോസൊക്കെ. അപ്പം എന്താണ് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ മാക്സിമം ലൈക്കൊക്കെ ചെയ്യാൻ നോക്കണേ. അപ്പം ഞങ്ങളുടെ കാലക്കാട്ടി ഡിങ് ആട്ടിക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ആടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ ഇങ്ങനെ ഇടയ്ക്കിൽ നോക്കുന്നേ? അമ്മ is looking at me. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. My reflection, this is you. This phone is you. അയ്യോ, എന്നെ കൈ പിടിച്ച് മതിയായി. ഐ എം സ്റ്റോപ്പിങ് ദിസ്.
എന്തോ ഞാനീ പറയുന്നേ എന്തേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം ഇതാണേ. ഇവിടെയാണ് നമ്മുടെ മരങ്ങളൊക്കെ. അമ്മ ഈ ഗേറ്റ് പടയും. ഉഫ്, ഇവിടെ പതുക്കെ ഞാൻ ഇറങ്ങട്ടെ. പതുക്കെ ഇവിടെയൊക്കെ അങ്ങോട്ട് പതുക്കെ പോണം. അമ്മേ, ഇവിടെ ക്യാമറ ചെറുതായിട്ട് ഇറങ്ങി. ദാറ്റ്സ് മൈ അപ്പൂപ്പൻ നാളത്തേക്ക് വാഴ ചെയ്യുവാണ്. വാഴ എടുക്കുക. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൂപ്പ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരുമോ? എനിക്ക് ഇറങ്ങാൻ ഒരു ഓടി വാ, പെട്ടെന്ന് വാ. ഇപ്പൊ വീഴും ഞാൻ. പാവ അപ്പൂപ്പൻ എനിക്ക് വേണ്ടി വരും. അല്ല, അപ്പൂപ്പ ഇറക്കുന്ന എനിക്ക് കാണണം. അമ്മീ പിടിച്ചോ. അമ്മീ. അപ്പൊ ഇതാണ് എൻ്റെ സ്ഥലം. സോ കുറച്ച് ലേറ്റായി പോയി. ഞാൻ ആ സ്റ്റെപ്പ് എന്നൊക്കെ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ്. ഇപ്പോഴും ഞാൻ പതുക്കെ ഇറങ്ങുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്. അമ്മേ എന്തേ ഈ തറയിൽ വെക്കുന്നതല്ലേ? എന്തോ ചോനനോ? പിന്നെ ദിസ് ഇസ് ദ ചൊറിയണ അല്ല. ഓ എന്തോ അപ്പൊ കമ്പൊക്കെ കൊണ്ടുപോകുന്നേ. അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞു. അവിടെ ഈ ഒരു ഫ്രൂട്ടിന് എന്തോ അപ്പൊ പറഞ്ഞത് ചീത്തയായി താഴെ വീണുപോയി. എന്തോ അതിനെ പറയണ? ബംബ്ലിസ് കേട്ടിട്ടുണ്ടെങ്കിൽ പറയൂ. ഹായ് വയൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെന്ത് ചെടിയാ? കുറേ ടൈപ്പ് ചെടി ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ ഞാൻ പൊക്കത്തിൽ മരം കാണിച്ചില്ലേ? മരം നമ്മുടെ അവിടെയാണ്. അവിടെ നിൽക്കുന്ന സൈഡിൽ നിൽക്കുവാണ്. പിന്നെ അതൊക്കെ നമ്മുടെ മരങ്ങളാണ്. ഓക്കെ, ഞാൻ കട്ട് ചെയ്യട്ടെ. നിങ്ങൾക്ക് എൻ്റെ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനൊന്ന് കയറട്ടെ അങ്ങോട്ട്. അമ്മേ ഇവിടെ നിന്നാണ് എന്നെ അപ്പൂപ്പൻ ഹെൽപ്പ് ചെയ്തത്. ഇനി ഞാൻ തനിയെ കയറാം. ഇവിടെ ഒരു പൈപ്പുണ്ട് ഭാഗ്യത്തിന്. അമ്മേ കൂടെ പിടിച്ചില്ലടാ, ജസ്റ്റ് മിസ്. ഓക്കെ, ഞാനെടുത്ത് മതിയായി എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പൂപ്പൻ പുറത്തോട്ട് വന്നപ്പോൾ നമുക്ക് വെറുതെ നടക്കാൻ എങ്ങനെ ഇറങ്ങുന്നതായിരിക്കും. പക്ഷേ അല്ല, ഇതിനായിരുന്നു. ഇതാണ് എൻ്റെ ബാക്കിലെ ഗാർഡൻ. അത് ഞാൻ വേറെ വീഡിയോ എടുക്കാം. ഇതെൻ്റെ പന്തല്ല, ബോൾ. വാവ്, ലുക്ക് അറ്റ് കെയർഫുള്ളി. ബ്യൂട്ടിഫുൾ അല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ ഫുള്ളൊന്ന് കാണിച്ചു തരാം. ഹൈ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെടികളുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് അങ്ങേയറ്റത്ത് നോക്കാം. ഞാൻ നേരത്തെ ടെറസിൽ നിന്ന് കാണിച്ചില്ലേ മഞ്ഞപ്പൂവിൻ്റെ, അതാണിത്. ഇവിടെ കുറേ ഈ ഒരു പൂവുണ്ടല്ലോ, ഇതിവിടെ കുറേ കിട്ടും. ഇതൊക്കെ മറ്റേ മുള്ളുള്ള ഈ ഒരു പൂവിൻ്റെ മുള്ളുള്ള കാര്യങ്ങൾ. ഇതെന്താണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ ടൈപ്പ് സാധനപാടാ. ഇവിടെ ഒരു ചെടി ഉണ്ടല്ലോ, റെഡും ഇത് വരുന്ന, അതിൻ്റെ ഒരു ഗ്രീൻ മാത്രമുള്ള. അയ്യോ, എന്താടാ പോയത്? അയ്യോ, പല്ലിയായിരുന്നു. എനിക്കിഷ്ടമല്ലാത്ത ജീവിയാ പല്ലി. സ്പെഷ്യൽ സാധനമുണ്ട്. മീൻകുട്ടന്മാർ ഇതിൽ ചിലപ്പോൾ കണ്ടുവരണം. ഇങ്ങനെ പോയി ഇപ്പോൾ അങ്ങോട്ട്. ഇതെന്താന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണിച്ചുതരാം. ഇതെനിക്കിവിടെ ഈ സാധനമുണ്ട്. പ്ലാസ്റ്റിക്കാണേ. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ നടക്കും. ഭയങ്കര രസമാണ്. ചെടിയോടെ ചെടി. ഈ ഒരു മഞ്ഞപ്പൂവുണ്ട്. ഈ ഒരു ലാവൻഡർ പൂ കണ്ടു. എന്താടാ, എന്തോ ഒരു സാധനം. എനിക്കിതിൻ്റെ പേര് അറിഞ്ഞൂടാ, ക്ഷമിക്കണം. ഞാൻ വെറുതെ ഒന്ന് ഓടിച്ച് കാണിച്ചു, അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയിപ്പോയി. ഞാൻ ചട്ടിക്കകത്ത് ഇട്ടേക്കുന്ന. അപ്പം വന്നിട്ടിനി പാട്ടൊക്കെ പാടി പോവുകയാണ്. നിക്ക് ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരാം. മുലക്. ഇവിടെ അച്ഛൻ്റെ വീട്ടിൽ നല്ല കൃഷിയാണ്. അപ്പോൾ മുളകൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലുള്ളതുപോലെ ഞാൻ ഇന്നാൾ കാണിച്ചല്ലോ.
ഇവിടെ കുഞ്ഞു കുഞ്ഞു മുളകുകളുണ്ട്. അത് കൃഷ്ണ തുളസിയാണോ എന്ത് തുളസിയാണോ എനിക്കറിയില്ല. എന്തോ ഒരു തുളസി. ഓക്കെ ഓക്കെ. ഇവിടെ കുറേ അടുത്ത് തുളസിയുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു മുളക്, അതെന്താ എനിക്ക് മനസ്സിലായില്ല സത്യം പറയുകയാണെങ്കിൽ. ഹായ്, നമ്മുടെ വീട്ടിനകത്ത് ഫുൾ വലിയ ടൊമാറ്റോസ് അല്ലേ. ഇവിടെ എത്രയാന്ന് നോക്കിയേ. ഇവിടെ 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 ഫുൾ ഓഫ് ടൊമാറ്റോസ്. എൻ്റെ ഇടയിൽ പോയാൽ നിങ്ങൾക്ക് കുറേ കാണാൻ സാധിക്കും. ഓക്കെ, എന്താ ചീരയോ? ചീരയാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇതിനകത്ത് കുറേ ഇതാണ്ട ഈ സാധനമാണ്. അത് എന്തോന്ന് എനിക്ക് അതിനെ പറയുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ അത് കുറേ ഉണ്ട് ഇവിടെ. ചെമ്പരത്തി പൂവൊക്കെ ഉണ്ട്. ഇതൊരു വെള്ളപ്പൂവാണേ. വലിയ പൂവില്ലാന്ന് ഉണ്ട് അതുണ്ട്. ഈ ഒരു വെള്ളപ്പൂവാണ് ഇത്. ഇതിൽ കുറേ റെഡ് സാധനങ്ങളുണ്ട് കണ്ടോ. അത് ഞാൻ കഴിക്കാൻ വേണ്ടി എടുക്കും, പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല. എനിക്കിങ്ങനെ അത് കഴിക്കുന്ന സാധനം അല്ല, ശരിക്കും വെറുതെ ഒരു ഫ്രൂട്ട് പോലെ വെറുതെ വളർത്തി. അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഒരു കൃഷി കാണിക്കുന്നത്. ഈ വീഡിയോ എത്ര ലോങ് ആണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ കുറേ എടുത്തു. നിങ്ങൾക്ക് സോറി കേട്ടോ, ഞാൻ കാണിച്ചില്ലെങ്കിൽ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞു. ഉണ്ടോ, റെഡ് തക്കാളി ഉണ്ട്. കുറച്ച് റെഡായി നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഇപ്പോൾ കാണിച്ചാൽ ഗ്രീൻ ആയിരുന്നല്ലേ. അത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. സോറി, ബോളൊക്കെ വെച്ച് കളിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ നേരം നമ്മളപ്പോൾ എൻ്റെ ഓരോ കുട്ടിക്കാലത്തെ കാര്യങ്ങളും കേട്ടു, എല്ലാം കേട്ടു. കാറിൻ്റെ പുറത്തുനിന്ന് ഫോൺ വയ്ക്കാം, എല്ലാം കേട്ടു. അപ്പം അപ്പൂപ്പൻ പന്ത് കളിക്കുന്നതാണ് എപ്പോഴും പറയുന്നത്. ബോൾ ഞാനിവിടെ വരുമ്പോൾ ചെറുതായിട്ട് ഭയങ്കര മലയാളം സംസാരിക്കും, പന്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ബൈ. ക്ലോസപ്പ് ആംഗിൾ ഭയങ്കരം. അപ്പുറത്തെ സൈഡ് കൊണ്ട് അത് ഞാനങ്ങനെ കാണിക്കുന്നില്ല, അവിടെ വെള്ളൊക്കെയാണ്. ഓക്കെ, ഓണം ആയതുകൊണ്ട് നാളെ ഓണമല്ലേ, അപ്പം നമുക്ക് ജമന്തി അത് മാത്രമല്ല നമ്മൾ ഇവിടുത്തെ പൂ എടുക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾ ജസ്റ്റ് എങ്കിലും കണ്ടല്ലോ, വെയിറ്റ് ഓടിപ്പോണ്. അച്ഛാ പ്ലീസ് അച്ഛാ. ശരിയാവുന്നില്ല ഗൈസ്, എന്താ പറ്റുന്നില്ല. അച്ഛന് വ്ളോഗറാവാൻ ഗൈസ്, ട്രാജിക്. നോക്കട്ടെ, എന്താ കുരുവികൾക്കും ബോൾ കളിക്കണമോ? എന്നാൽ ഇങ്ങോട്ട് വരൂ. അപ്പോൾ രാത്രിയായി, ഒട്ടും വെളിച്ചമില്ല എൻ്റെ മുഖത്ത്. വെളിച്ചില്ല, ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പം രാത്രി ഫുഡൊക്കെ കഴിച്ചു. ദോശയായിരുന്നു. ഇതാണ് എൻ്റെ കുട്ടി സ്റ്റോൾ. ഇതാണ് എൻ്റെ ഗ്യാസ്. പൊളി, ഭയങ്കര ചൂടാടാ. ഓക്കെ, ഇവിടെ വെച്ചാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഈ പേന എന്തിനാന്ന് അറിയും? ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ എഴുതാം, ഇവിടെയൊക്കെ ഇരുന്ന് എഴുതാൻ വേണ്ടിയുള്ളൊരു അവിടെ വച്ചിട്ടുണ്ട്. അപ്പം എന്നാലല്ലേ നമുക്ക് നോക്കി ഓർഡേഴ്സൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെൻ്റെ സ്പൂൺ. ഇവിടെ വരുമ്പോൾ കളിക്കാൻ വേണ്ടി ഞാൻ ഇതെടുത്ത് വെച്ചേക്കും. ഇത് കുറച്ച് പേപ്പറിന് ഇട്ടേക്കുന്നതാ. ബിരിയാണിക്കൊക്കെ പേപ്പർ ചുമ്മാ ഇട്ടേക്കും. കുക്കർ, സോറി, ഇതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിലത്തെ, എനിക്കിതൊരു 3 years തൊട്ട് എന്തോ ഉള്ളൊരു സാധനമാണ്. ഒരു പ്ലേറ്റിൻ്റെ പുറത്ത് നിറയെ ഡ്രാഗൺ ചിക്കനാണ്. ഞാൻ ഓർഡറിൽ എൻ്റെ മെനു ഒക്കെ ഉണ്ട്, ഞാൻ മെനു ഒക്കെ കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ചിക്കൻ തന്തൂരി. ഇതാണ് എൻ്റെ ചിക്കൻ. ഞാൻ ചിക്കനായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ ഗോസ് ഡൗൺ ദെയർ. അവിടെ ഒരു സാധനമുണ്ട്, കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു അറയുണ്ട് അവിടെ. ഇതെൻ്റെ 2 കപ്സ്, 2 ഫലൂഡ കപ്സ്. കുറേ കപ്സ് ഉണ്ട്. എൻ്റെ മെനു കാണിച്ചു തരാം.
ദിസ് ഇസ് മൈ മെന്യൂ. നമുക്ക് ആദ്യം തൊട്ട് വായിക്കാം. ചിക്കൻ ബിരിയാണി, ചിക്കൻ 65, ചിക്കൻ ലോലിപോപ്പ്, ഡ്രാഗൺ ചിക്കൻ, ചിക്കൻ സ്റ്റ്യൂ വെരി സ്പൈസി, ചെട്ടിനാട് ചിക്കൻ, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി നോർമൽ. നെക്സ്റ്റ് ബിരിയാണി സെക്ഷൻ. ചിക്കൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ഫിഷ് ബിരിയാണി, ഓയ്സ്റ്റർ ബിരിയാണി, ക്രാബ് ബിരിയാണി. ഇതൊക്കെ ഞാൻ കഴിച്ചിട്ട് പോലും ഇല്ല, എന്നാലും ഞാൻ ഇടും. റൈസ്, ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, പ്ലെയിൻ റൈസ്. നെക്സ്റ്റ് ജ്യൂസസ്. പൈനാപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, ലൈം ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്, മസ്ക് മെലൺ ജ്യൂസ്, മാംഗോ ജ്യൂസ്. ഐസ്ക്രീംസ് വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, മാംഗോ ഫലൂഡ, മാംഗോ ഫലൂഡ, മിനി ഫലൂഡ, നട്ട് ഫലൂഡ. അടുത്ത ട്രിപ്പിൾ ഫലൂഡ. ട്രിപ്പിൾ ഫലൂഡ എന്ന് പറഞ്ഞാൽ 2 ആൾക്കാർ കഴിക്കാൻ പറ്റും. ദാറ്റ്സ് ബിറ്റ് ask me for any food. Delicious. Okay, this is my menu. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന പാട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു ആണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തില്ല, ഇത് വെറുതെ ഓഫ് സ്റ്റേജ് ഇവൻറ്റ്. ഓക്കെ, ഇത് കഴുത്തിടണോ? ഇടണ്ടല്ലേ, കുരിയും. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മേ ഗോഡ് ബ്ലെസ് യു ഡിയർ, മേ ഗോഡ് ബ്ലെസ് യു ഡിയർ. Happy birthday, happy birthday, happy birthday to you. Sorry. അപ്പോൾ അച്ഛനും അമ്മയും കുറച്ച് ഓർഡർ തന്നു. സൈലന്റ് ആയിരിക്കണം ട്വൈസ്. എനിക്ക് ഓർഡർ തന്നു ചിക്കൻ ലോലിപോപ്പ്, ഫ്രൈഡ് റൈസ്, ഡ്രാഗൺ ചിക്കൻ, ലെമൺ ജ്യൂസ്. അപ്പോൾ നമുക്ക് ഇത്ര ഉണ്ടാക്കാം. ആദ്യം അപ്പൂപ്പ പതുക്കെ സംസാരിക്കേ, ഞാൻ വീഡിയോ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചിക്കൻ ലോലിപോപ്പാണ് ഓർഡർ. ഞാൻ ചിക്കൻ എടുക്കട്ടെ, നല്ല ഫ്രഷ് ചിക്കൻ. ഓക്കെ, 4 ചിക്കൻ മതി. ഇതിലാണ് ഞാൻ മസാലയൊക്കെ പിഴച്ച് ഇങ്ങനെ വെക്കുന്നത്. ചിക്കൻ എടുത്തിടാം. കുറച്ച് കസൂരി മെത്തി. ഗ്യാസിൻ്റെ അടിയിൽ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. ഇനി ആൾക്കാരെന്നെ അടിക്കും, ഇങ്ങനെയാണോ അവിടെ താൻ സെർവ് ചെയ്യുന്ന ഫുഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചിക്കൻ ഇത് റെഡി. അടുത്ത ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസിന് 1 മിനിറ്റ്. ഇതിൽ കുറച്ച് റൈസ് ഉണ്ട്, താഴെ നിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് വരാം. താഴെ റൈസ് തീർന്നു ഗായ്സ്. ഓക്കെ, ഇത് കുറച്ചൊന്ന് ഇളക്കി വിടാം. ഫ്രൈഡ് റൈസ്. നെക്സ്റ്റ് ഡ്രാഗൺ ചിക്കൻ. അപ്പൊ ചിക്കൻ ലോലിപോപ്പ് ഇങ്ങനെ വെക്കണോ? ഓക്കെ, ആദ്യം ഒരെണ്ണം കൊടുത്തിട്ട് പിന്നെ കൊടുക്കാം. ഹായ് ഗായ്സ്, അപ്പൊ ഇന്നാണ് തിരുവോണം. ഓക്കെ, അപ്പം തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ അത്തപ്പൂവൊക്കെ സെറ്റ് ചെയ്തു. നമുക്ക് അത്യാവശ്യം കുറച്ച് പൂവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ കാണിച്ചല്ലോ, ഗാർഡനിലുള്ള കുറേ പൂവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇപ്പോൾ കുറേ പൂവ് നമുക്ക് കിട്ടി. അപ്പോൾ ലാസ്റ്റ് എൻ്റെ അത്തപ്പൂവൊക്കെ ഞാൻ പൂവൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അത്തപ്പൂവിൻ്റെ കുറച്ച് ചെറിയൊരു ക്ലോസപ്പാണത്. അപ്പം ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇട്ടപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അത്തപ്പൂ. സൂപ്പർ അല്ലേ?
ഗൈസ്, അപ്പം നമ്മൾ അടപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പം അട ഇട്ടിട്ട് നമ്മൾ ജാഗരി ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഷെഫ് ദിയയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് ബോയിലായി വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം. അതായത് കോക്കനട്ട് മിൽക്ക് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഈ ബ്രൗണും വൈറ്റും കൂടെ എല്ലാം നല്ലതായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അത് മിക്സാക്കി നന്നായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാൻ സമയം ഇത് ബോയിലാകുമ്പോൾ. അപ്പം ഒന്നാം പാലും കൂടെ അതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഇതിന് മുന്നേ നേരത്തെ നമ്മൾ ഗീയിൽ കോക്കനട്ടും ഗ്രേപ്സും പിന്നെ കാഷ്യൂനട്ടും ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പായസത്തിലോട്ടിട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗീയും എല്ലായിടത്തും സ്പ്രെഡായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്കിനി ഇത് റെഡിയായി, നമുക്ക് സദ്യ കഴിക്കാൻ പോയാലോ? അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ഒരു മൃദുല സംപ്രശ്നമായ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഓണമാണ്. ശരിക്കും ഞാൻ സത്യം പറയട്ടെ, ഇന്ന് ഓണമാണ്. ഞാനൊരു വ്ളോഗ് എടുത്തു, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഹാപ്പി ഓണം. എന്തുവാ ഡിസ്ലൈക്ക് അടിക്കല്ലോ? അയ്യോ, അത് ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചയും കുഞ്ഞും. എൻ്റെ ഓണം ഇവിടെ ഞാൻ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തില്ലേ? കമൻറ്റ് ബിലോ. അടുത്ത വ്ളോഗ് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പം ആ വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.